ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ആദ്യം പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾ പരോളിനായി നീക്കം തുടങ്ങി. 2 പ്രതികൾ പരോളിനായി സർക്കാർ അപേക്ഷ നൽകി. ശിക്ഷ വിധിച്ച 1 മാസം പൂർത്തിയാകുന്നതിന് മുമ്പേ പരോളിനായി അപേക്ഷ സമർപ്പിച്ചത്. പരോളിനായുള്ള നീക്കം ചെറുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. CPM ഭരിക്കുന്ന കാലത്തോളം ഇതൊക്കെ തുടരുമെന്നായിരുന്നു KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ പ്രതികരണം. അതിനിടെ ശരത് ലാൽ കൃപേഷ് ചരമവാർഷിക പരിപാടി കാസർഗോഡ് പുരോഗമിക്കുകയാണ്. കേരളത്തിലെ ഒടിയ ക്രിമിനലുകൾക്ക് ഗവൺമെൻറ് പ്രോത്സാഹനം കൊടുക്കുക, അതിനെതിരായി ഞങ്ങൾ ശക്തമായി പ്രതികളെ പേടിച്ചാണ് സർക്കാർ നടക്കുന്നത്. കാരണം ഗൂഢാലോചന കുറ്റത്തിൽ നേതാക്കന്മാരെ അകത്തു പോകുന്നുള്ള പേടിയാണ് CPM നേതാക്കൾക്ക്. അന്തർദേശീയ തീവ്രവാദി സംഘടനകളെക്കാൾ മോശമായ പാർട്ടിയായി CPM മാറുകയാണ്. CPM ഭരിക്കുന്നിടത്തോളം കാലം അതെല്ലാം തുടരും. നിങ്ങൾക്കറിയാമല്ലോ, CPM ഭരിക്കുമ്പോൾ നടന്നിരിക്കുന്ന ഒരുപാട് കൊലപാതകത്തിൻ്റെ അകത്തുള്ള എത്രയോ പ്രതികൾ ജയിലിൽ തടവുകാരനല്ല, ജയിലിൽ സൂപ്രണ്ടാണ്. എല്ലാ സ്ഥലത്തും ഈ നിയമം കാറ്റിൽ പറത്തി ഏകഛത്രാധിമാരെ പോലെ ഈ സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ഉള്ള കാലം വരെ ഇതൊക്കെ നടക്കും ഇവിടെ. സുനിൽ ഐസക് വിശദാംശങ്ങൾ നൽകും. സുനിൽ, പരോൾ ലഭിക്കും എന്ന ഉറപ്പിന്റെ പശ്ചാത്തലത്തിലാണോ ഇപ്പോൾ ഈ 2 പ്രതികളും അപേക്ഷ നൽകിയത്? എന്താണ് ഈ അപേക്ഷ സംബന്ധിച്ച ഇനിയുള്ള നടപടിക്രമങ്ങൾ? ഇപ്പോൾ കുടുംബാംഗങ്ങളുടെയും ഒപ്പം കോൺഗ്രസിന്റെയും ഭാഗത്തുനിന്ന് കടുത്ത പ്രതിഷേധമുയർന്ന പശ്ചാത്തലത്തിൽ പരോളിന്റെ ഭാവി എന്തായിരിക്കും? സൈഫുദ്ദീൻ, ഇക്കഴിഞ്ഞ ജനുവരി മാസം 3-ാം തീയതിയാണ് കൊച്ചി CBI ഇതിൽ 10 പ്രതികൾക്ക് ജീവപര്യന്തവും 1 ലക്ഷം രൂപ വീതം പിഴയുമായിരുന്നു. ഈ കേസിന്റെ വിധി പുറത്തുവന്ന് ഏതാണ്ട് 1.5 മാസം തികയും മുമ്പാണ് ആ കേസിലെ പ്രധാനപ്പെട്ട 2 പ്രതികൾ ഇപ്പോൾ ഈ കേസിൽ പരോളിനായി അപേക്ഷ നൽകിയിരിക്കുന്നു. ആ അപേക്ഷയിന്മേൽ ജയിൽ അധികൃതർ പോലീസിനോട് റിപ്പോർട്ട് തേടുകയും ചെയ്തിരിക്കുന്നുവെന്ന അതിവിചിത്രമായ വാർത്തയാണ് പുറത്തുവരുന്നത്. അതും കൃപേഷും ശരത്ലാലും കൊല്ലപ്പെട്ടതിന്റെ ഒരു വാർഷികം ആഘോഷിക്കുന്ന അല്ലെങ്കിൽ ആചരിക്കുന്ന ഒരു ദിവസമാണിന്ന്. ആ ദിവസമാണ് ഇന്ന് ഇത്തരത്തിലൊരു വാർത്ത കൂടി പുറത്തു വരുന്നതെന്നതാണ് തികച്ചും വൈപരീത്യം എന്നും കൂടി അതിനൊപ്പം നമുക്ക് പറയേണ്ടതുണ്ട്. ഈ കേസിലെ പ്രധാനമായും 8-ാം പ്രതിയും 15-ാം പ്രതിയുമാണ് ഇപ്പോൾ പരോളിനായി ജയിൽ അധികൃതർക്ക് അപേക്ഷ നൽകിയത്. 8-ാം പ്രതി A. സുബീഷ് എന്ന മണി, ഒപ്പം 15-ാം പ്രതി വിഷ്ണു സുര, കല്യോട് സ്വദേശിയാണ്. ഈ 2 പേരാണ് ജയിൽ അധികൃതർക്ക് അപേക്ഷ നൽകുന്നത്. ആ അപേക്ഷയിന്മേൽ പോലീസിനോട് റിപ്പോർട്ട് തേടുക എന്നതാണ് ജയിൽ അധികൃതർ ചെയ്യുന്ന സാധാരണഗതിയിൽ ഇത്തരം പരോളുകളിൽ സംഭവിക്കുന്ന കാര്യം. അതനുസരിച്ചുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് ജയിൽ അധികൃതർ പോവുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിൽ സുബീഷിനെ അറസ്റ്റ് ചെയ്തത് ക്രൈംബ്രാഞ്ചും വിഷ്ണു സുരയെ CBIയുമാണ് അറസ്റ്റ് ചെയ്യുന്നത്. ഈ അറസ്റ്റ് ചെയ്ത അന്നു മുതൽ തന്നെ ഇരുവരും ജുഡീഷ്യൽ കസ്റ്റഡിയിലാണുള്ളത്. അതിനുശേഷമാണ് ഈ ശിക്ഷാ വിചാരണ നടക്കുന്നത്, ശിക്ഷാവിധി വരുന്നത്. ഒക്കെ നമുക്കറിയാവുന്ന പോലെ തന്നെ സമാനമായ ഒരു സംഭവം ഈ അടുത്ത കാലത്ത് വലിയ വിവാദമാവുകയും ഒക്കെ ചെയ്തിരുന്നു. അതായത് കൊടിസുനി മനുഷ്യാവകാശ കമ്മീഷന്റെ പേര് പറഞ്ഞല്ലെങ്കിൽ അതിൻ്റെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ച് അതിൻ്റെ ഒരു മറ പറ്റിക്കൊണ്ട് ഇത്തരത്തിൽ പരോളിന് ശ്രമിക്കുന്ന വാർത്ത വരുന്നതിന് തൊട്ടു പിന്നാലെയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇപ്പോൾ ജയിലിലുള്ള വിഷ്ണു സുരയും അതുപോലെ സുബീഷും ഇപ്പോൾ പരോളിന് വേണ്ടി നീക്കം നടത്തുന്നത്. അതായത് കൃത്യമായി ഇതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. കാരണം ഈ കൃത്യമായ രാഷ്ട്രീയ താല്പര്യത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് സാധാരണഗതിയിൽ പരോൾ അനുവദിക്കപ്പെടുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം പോലീസിനോട് റിപ്പോർട്ട് തേടുന്നു. പോലീസ്, അതായത് ആഭ്യന്തര വകുപ്പ് ആരാണോ ഭരിക്കുന്നത് അവരാണ് ഇതിന് അനുകൂലമായിട്ടാണോ പ്രതികൂലമായിട്ടാണോ റിപ്പോർട്ട് നൽകേണ്ടതെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. സ്വാഭാവികമായും LDF ഭരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പോലീസ് റിപ്പോർട്ട് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയായിരിക്കാം ഈ 2 പ്രതികളും പരോളിനുള്ള നീക്കം തുടങ്ങുന്നത്, അപേക്ഷ കൊടുത്തിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. എന്തായാലും ഈ സംഭവം പുറത്തു വന്നതിന് ശേഷം വലിയ പ്രതിഷേധങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നുണ്ടാവുന്നു. പ്രതിപക്ഷം ഇതിനെതിരെ അതിശക്തമായി രംഗത്ത് വരുന്നു. ഒപ്പം അവരുടെ കുടുംബാംഗങ്ങളടക്കമുള്ള ആളുകളൊക്കെ ഇതിനെതിരെ രംഗത്ത് വരുന്നുണ്ട്. വലിയ പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അതുകൊണ്ട് പോലീസ് റിപ്പോർട്ട് എന്താകുമെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ പോലീസ് അതിന്റെ നടപടിക്രമങ്ങൾ ജയിൽ അധികൃതർ ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും വിചിത്രമായ കാര്യം. കാരണം ഒരു കേസിൽ സാധാരണഗതിയിൽ പരോൾ കൊടുക്കുന്നതിന് ചില കാലാവധികളുണ്ട്.